അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പൊതുവെ ചാനലിൽ എപ്പോഴെങ്കിലും ഒരു 2 മാസത്തിനൊരിക്കലെങ്കിലും ഈ ഒരു കണ്ടൻറ്റിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ചാനൽ വീക്ഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഓൺലൈൻ മജ്‌ലിസിനെ കുറിച്ച്, എന്താണ് ഈ ഓൺലൈൻ മജ്‌ലിസ് എന്നും അതിലെത്രയാണ് തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അല്ലെങ്കിൽ വഞ്ചനകൾ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും തുടർന്നിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയും അതുപോലെ തന്നെയാണ്. ഒരു ഓൺലൈൻ മജ്‌ലിസിനെ കുറിച്ച് ഒരു ഉസ്താദ് പറയുന്ന 2 ക്ലിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് സംസാരിക്കാനും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ വല്ല ആൾക്കാർ കണ്ട് ഇത് ഒരാളെങ്കിലും ഇതിനെ അനുകരിക്കുന്നുണ്ടാവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് കുറേ ആൾക്കാർ വിളിച്ചിട്ട് കോളിൽ സംസാരിച്ച് ഈ ഓൺലൈൻ മജ്‌ലിസിൻ്റെ വീഡിയോ കണ്ട് വിളിച്ച എത്രയോ ഉമ്മമാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്. എനിക്ക് കോൾ വിളിച്ച് സംസാരിച്ച് അവർ പറയുന്നുണ്ട് ചില കാര്യങ്ങളുണ്ട്. അതായത് എൻ്റെ വീട്ടിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഉമ്മ കോൾ വിളിച്ച് ഒരു ഉസ്താദിനെ കുറിച്ച്, ഞാൻ ആ ഒരു മജ്‌ലിസിന് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ ഒരു മജ്‌ലിസിൽ നടത്തുന്ന നേതൃത്വം വഹിക്കുന്ന ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു തങ്ങൾ, ആ ഒരു ആളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. ആ ആൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ചില വിഷയങ്ങളും അതേപോലെ മജ്‌ലിസ് തുടങ്ങിയതിന് ശേഷം കണ്ട ചില കാര്യങ്ങളും ഇങ്ങനെ എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞ വിഷയങ്ങളുമുണ്ട്. അപ്പോൾ ഏതായിട്ടും ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ വീഡിയോ കൊണ്ട് ഒരാളെങ്കിലും ഉപകാരം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ അടുത്തായിട്ട് എനിക്ക് ഒരു 2 ക്ലിപ്പ് കാണാൻ വേണ്ടി കഴിഞ്ഞു. അതിൽപ്പെട്ട ഒരു ക്ലിപ്പാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ ആദ്യമായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അത് ആദ്യം നമുക്ക് കേട്ട് നോക്കാം, ഓക്കെ? എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓൺലൈൻ മജ്‌ലിസ് ഒക്കെ വന്നതിന് ശേഷമാണ് ഹദ്ദാദ് യൂട്യൂബിലൊക്കെ ചെല്ലാൻ തുടങ്ങി. പെട്ടെന്നായിട്ട് നെറ്റ് കട്ടായാൽ നെറ്റ് കട്ടായി തീർന്നത്, ഇനി ബാക്കി ഹദ്ദാദ് ഉണ്ടാവില്ല. യൂട്യൂബ് നോക്കിയിട്ട് ഹദ്ദാദല്ലേ. ഇതാണോ ഇന്നലകളിൽ ഉമ്മമാരെ പഠിപ്പിച്ചത്? ഏതെങ്കിലും ഒരു അതിഥി വന്നാൽ ഓർക്ക് ആ മജ്‌ലിസ് കഴിയണം, ആ അതിഥിനെ പരിഗണിക്കണം. ഇതാണോ ഇസ്ലാം പഠിപ്പിച്ചേക്കുന്നത്? വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നഅ. അവർ വിചാരിക്കും അവർ ചെയ്യുന്നത് വലിയ ഇബാദത്താണ്. ആഖിറത്തിലെത്തുമ്പോൾ തലമണ്ടക്ക് അടിയിട്ടു. സുന്നത്തിനേക്കാൾ പ്രാധാന്യം ഫർളിന് കൊടുക്കണം. ഫർളില്ലാണ്ട് സുന്നത്ത് ചെയ്താൽ, ഇപ്പൊ അജ്മീറിൽ ഒരാൾ എറണാകുളം എക്സ്പ്രസ്സിലോ മരുസാഗറിലോ ട്രെയിനിൽ പോകുന്നു, ഓൻ ഫർളൊന്നും നിസ്കരിക്കുന്നില്ല, ഓൻ എന്തിനാ അജ്മീറിൽ പോകുന്നു? ആയിരക്കണക്കിന് സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെ സ്ഥാനത്തെത്തോ? ഇല്ല. മഹറമില്ലാണ്ട് ഉംറക്ക് പോവുക, മഹറമില്ലാണ്ട് ഉറൂസ് സിയാറത്തിന് പോവുക, അത് റൗള സിയാറത്താണെങ്കിൽ എന്നെ ഇസ്ലാമിൽ കടുത്ത തെറ്റല്ലേ? മക്കത്തുനിന്ന് വളരെ അടുത്ത സ്ഥലമല്ലേ ഇഹ്റാം കെട്ടേണ്ട ഏറ്റവും നിയറസ്റ്റ് പ്ലേസ് ആണ് തൻഈം. തൻഈമിന് 3 പ്രത്യേകത ഉണ്ട്. ഒന്ന്, ആയിഷ ബീവി ഇഹ്റാം കെട്ടിയ സ്ഥലം, അതുകൊണ്ടാണ് അടുത്ത പള്ളിക്ക് മസ്ജിദ് ആയിഷ എന്ന് പേര് വന്നത്. രണ്ടാമത്തെ ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ തൂക്കിക്കൊന്ന സ്ഥലമാണ്. അവിടെ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. അടുത്ത സ്ഥലത്തേക്ക് ആയിഷ ബീവിക്ക് ഇഹ്റാം കെട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞേക്കുമ്പോൾ കുറച്ചപ്പുറത്തുള്ള സ്ഥലമാണ്. എന്നാൽ ആയിഷ ബീവിൻ്റെ കൂടെ അബ്ദുറഹ്മാൻ എന്ന സഹോദരനെ വിളിച്ചിട്ട് കൂടെ പോകാൻ പറയുന്നുണ്ടല്ലേ. എന്തിന്? മഹറം കൂടെ വേണമെന്ന്. ഉമ്മമാർക്ക് ശ്രദ്ധ ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കുമ്പോഴല്ലേ നമ്മുടെ ജീവിതം ജീവിതാവുക. ഫർള് ശരിക്കും പാലിക്കണം, ഫർള് പാലിക്കണം. സുന്നത്ത് എത്ര ഉണ്ടായാലും ഒരു ഫർളിന്റെ സ്ഥാനത്തെത്തൂല. ഇപ്പൊ ഒരാള് ഒരു ഫർള് നിസ്കാരം ബാക്കിയായിരിക്കാൻ മരിച്ചു, 70,000 തഹ്ലീലും 25 പോത്തും അറുത്തിട്ട് അയാളുടെ ആണ്ട് പരിപാടി നടത്തിയാൽ ഈ ഫർളിന്റെ പകരാവൂല. ആവൂലേ? നമ്മൾ ശ്രദ്ധിക്കും. അള്ളാഹു നമുക്ക് നല്ല ഇൽമു നൽകുമാറാവട്ടെ. ഈ ഓൺലൈൻ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്വന്തം കുടുംബം പോലും നോക്കാതെയാണ് ഈ ഓൺലൈൻ മജ്‌ലിസിൽ കുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്, ഒഴിവാക്കുക. ഫ്രീ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ സിക്കർ ചൊല്ലിക്കോ അല്ലെങ്കിൽ ഓൺലൈൻ മജ്‌ലിസ് കണ്ടോ, അതിനൊന്നും എതിർപ്പല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ പിന്നെ പണം അയക്കുന്ന വിഷയത്തിലാണെങ്കിലും എവിടെയോ ഇരുന്ന് കസാലയിൽ ഇരുന്ന് ഓൺലൈൻ മജ്‌ലിസിലൂടെ ദിക്ർ ചൊല്ലുന്ന ആൾക്കാർക്ക് നിങ്ങൾ ലക്ഷം രൂപയാണ് പണം കൊടുക്കുന്നത്. പക്ഷേ നിങ്ങളുടെ മഹലിലുള്ള എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്ക് 1 രൂപ പോലും നിങ്ങൾ കൊടുക്കുന്നില്ല, അല്ല അവർ നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. ഞാൻ സമ്മതിക്കാം, ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യം തെറ്റാണ് എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ
ഞാനതിനെ ഇൻഷാ അല്ലാഹ് തിരുത്താം. പക്ഷേ യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ മറ്റൊരു ക്ലിപ്പും കൂടെ ഉണ്ട്. ഈ ഒരു വിഷയത്തിന് ഉൾപ്പെടുത്തിയ ക്ലിപ്പൊന്നുമല്ല, എന്നാലും നമ്മൾ കേട്ടിരിക്കേണ്ട, അതായത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ഒരു ക്ലിപ്പും കൂടി കാണിച്ചതിന് ശേഷം വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കമന്റ് ബോക്സിൽ എന്താണ് എന്നെ കുറിച്ച് എഴുതിയത് എന്നോ വ്യൂവേഴ്സ് എത്ര ഉണ്ടോ എന്ന് നോക്കിയിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. അതാണ് കാര്യമെന്ന് വിചാരിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നുണ്ട്. നമുക്കിപ്പോ ഈ വീഡിയോക്ക് 2 മില്യൺ വ്യൂവേഴ്സ് വിതിൻ 2 മിനിറ്റ്സ് കൊണ്ട് കിട്ടിയോണ്ട് കവർ ശിക്ഷയിൽ നിന്ന് വല്ല ഇളവുണ്ടാവും? അല്ലാഹ് പറയാ, നിന്റെ മൊത്തം വീഡിയോസ് ഞാൻ ചെക്ക് ചെയ്തു മോനെ, എമ്മാതിരി വ്യൂവേഴ്സ് ആണ് എനിക്ക്, ഫാൻസ് എമ്മാതിരി, നിന്നെ തൊടാൻ തന്നെ എനിക്ക് പേടിയാന്നുള്ള അറിയോ? എന്താ കാര്യം? തെറിപ്പാട്ട് പാടിയ വീഡിയോസിന് മില്യൺസ് ഉണ്ടാവും വ്യൂവേഴ്സ്. വലിയ ആലിമീങ്ങളുടെ മുഷാവറങ്ങളുടെ ഫിഖ് ക്ലാസ്സിന് 87 ആളെ ഉണ്ടാവുള്ളൂ. മുല്ലായിൽ ഖാരിദകൾ പറഞ്ഞല്ലോ, സാധാരണക്കാർക്ക് ആലിമ് വലിയാൾ എന്ന് പറഞ്ഞ സ്റ്റേജ് കയറിയാളോ, അത്രേ ഉള്ളൂ. വ്യൂവേഴ്സിന്റെ കൺസേൺ അല്ല നമുക്ക് ഉണ്ടാവുള്ളൂ. അതൊന്നും വലിയ കാര്യമല്ല. നീ ഒരു ഒട്ടകത്തിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കണ പോലെ നിസ്കരിച്ചാൽ മതി. ഒട്ടകം നിന്നെ കാണുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നീ സൂറത്ത് വലുതാക്കോ, ദുആ നീട്ടോ? ഇല്ലല്ലോ. അതേപോലെ എല്ലാവരെയും അങ്ങനെ വിചാരിച്ചിട്ട് നിസ്കരിച്ചാളി എന്ന് പറഞ്ഞാൽ, മലയാളം ഉദാഹരണത്തിലേക്ക് വരുമ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഫാത്തി ഓതി സൂറത്ത് ഓതാതെ റുക്കോയ്ക്ക് പോയി. രണ്ടാമത്തെ റക്അത്തിൽ ആരോ വേക്കിന്ന് തോണ്ടിയപ്പോൾ അലം തറ കൈഫ പാസ്സായി. അതിന് അലം തറ കൈഫ പാസ്സാക്കിയത് വേക്കിലാളിലോണ്ട്, എന്നിട്ട് ഒന്നാമത്തേലോ അതായത് വേക്കിലാളില്ലാത്തോണ്ട്. അപ്പൊ നീയല്ലേ ഫസ്റ്റ് പറഞ്ഞ ലില്ലാഹി, മുമ്പിലുള്ള അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുന്നത്? പച്ച കളവറിയരുത് കേട്ടോ, സത്യം പറഞ്ഞിട്ടില്ലെങ്കിലും കളവറിയരുത്. അങ്ങനെ മാമൂം ഉണ്ടെങ്കിൽ സൂറത്ത് സുന്നത്ത്, മാമൂം ഉണ്ടെങ്കിൽ ഞാൻ തുടങ്ങല്ലേ ബാങ്ക് കൊടുക്കാം, അങ്ങനെ ഒരു ബാങ്ക് സുന്നത്ത്, അങ്ങനെ ഒരു സുന്നത്തില്ല, അങ്ങനെ ഒരു സുന്നത്തില്ല. ലില്ലാഹി റബ്ബിൽ ആലമീൻ, ആ ലോകത്തേക്കാണ് നമ്മൾ വരുന്നത്. കമന്റ് ബോക്സിൽ ഓക്കെ, ഇതായിട്ടും വീഡിയോ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.